ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനു. ഒരു 3 ദിവസം മുൻപ് ഇനി വീഡിയോ ഒന്നും ഈ ചാനലില് കാണില്ല എന്ന് പറഞ്ഞ് പോയവരല്ലേ, പിന്നെ എന്തിനാണ് വീഡിയോ ഇപ്പോൾ ഇട്ടു ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അന്നെടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അത് ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എനിക്ക് അന്ന് ആ ഒരു ഡിസിഷന് ശേഷം, ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം കുറേയധികം കോൾസ് വന്നു, കുറേയധികം മെസ്സേജ് വന്നു. ഇപ്പോഴും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. സോ അതിന് വലിയൊരു സപ്പോർട്ട് പറയുകയാണ്. സോ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഡിസിഷൻ തെറ്റാണെന്ന് ബോധ്യമാക്കിയതും. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് വീണ്ടും തിരികെ വരികയാണ്. സോ ഇനി ഇതിലും വല്ല കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ആ കുറ്റമൊന്നും എനിക്ക് ബാധിക്കില്ല, കാരണം കുറേയധികം കാര്യങ്ങൾ കുറെ ആൾക്കാരിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുഴുവനായിട്ട് നടക്കിയ ഒരു ദാരുണമായ സംഭവത്തെ പറ്റിയാണ്. അതായത് മാവോയിസ്റ്റുകള് ഇന്ത്യയുടെ സുരക്ഷാ ജീവനക്കാരുമായിട്ട് നടത്തിയ ഏറ്റുമുട്ടലില് നമ്മുടെ 24 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡന്റ് എങ്ങനെ സംഭവിച്ചു, ഇതിന്റെ പിന്നിലെ കാരണം എന്താണ്, എങ്ങനെയാണ് ഈ 24 ഉദ്യോഗസ്ഥന്മാര് കൊല്ലപ്പെട്ടത്, ഈ മാവോയിസ്റ്റുകള് നടത്തുന്ന നീക്കങ്ങള് നമ്മുടെ ഇന്ത്യയിൽ ഇനിയും അനുവദിക്കേണ്ടതുണ്ടോ, യഥാർത്ഥത്തില് മാവോയിസ്റ്റുകളാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറുന്നത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയില് വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏറ്റുമുട്ടലിന് പിറകില് നമ്മൾ തന്നെ പല വീഴ്ചകൾ ഉണ്ടെന്നാണ് പല കണ്ടെത്തലും പുറത്തു വരുന്നത്. സോ കണ്ടെത്തലെല്ലാം തന്നെ വിശദമായി ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്തായാലും മുഴുവനായി കാണുക. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ഡിസ്ട്രിക്ട്, അവിടുത്തെ സുകുമ എന്നറിയപ്പെടുന്ന ഒരു വില്ലേജിലായിരുന്നു ഈ ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചത്. സോ ഈ ഒരു ഏറ്റുമുട്ടൽ എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്ലാനിങ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇന്ത്യയുടെ ഈ ഒരു ഉദ്യോഗസ്ഥന്മാരെ വധിക്കണമെന്ന് മാവോയിസ്റ്റുകള് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടപ്പാക്കിയിട്ടായിരുന്നു ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. ആ പദ്ധതിയിൽ നമ്മൾ തന്നെ പല ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. സോ എന്തെല്ലാമാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാം. സോ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം ഒരു അവസാനമായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് പലതരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അതായത് ഈ ഒരു ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിനെ PLGA എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പീപ്പിൾ ലിബറേഷൻ ഗൊറില്ല ആർമി എന്ന് പറയും. സോ ഇവര് ആ ഛത്തീസ്ഗഡ് ഏരിയ മുഴുവനായിട്ട് അവിടെ വലിയ തോതില് ഇവരുടെ ഒരു ഗ്യാങ്ങിലോട്ട്, ഈ മാവോയിസ്റ്റ് കൂട്ടത്തിലോട്ട് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോവുക, അവിടുത്തെ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരുടെ ആ ഒരു മാവോയിസ്റ്റിലോട്ട് വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ നൽകുന്ന രീതിയിൽ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതും അതിനിടയിൽ ലോക്ക്ഡൌൺ വന്നതും കുറേയധികം ജോലി നഷ്ടമായതും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ ആദിമവാസികളായ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടെ യൂസ് ചെയ്തുകൊണ്ട് ആ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ മാവോയിസം എന്നറിയപ്പെടുന്ന ആശയത്തിലോട്ട് എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു വിവരം ഇത് അവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിക്കുകയും ഛത്തീസ്ഗഡിന്റെ സ്റ്റേറ്റ് IB അവർ ഇത് കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള റിസർവ് പോലീസിനോട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറയാണ്. സോ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന വളരെയധികം പ്രത്യേകതയുണ്ട്. അതായത് ഇതിൽ ഓൾമോസ്റ്റ് CRPF കൂടാതെ വേറെയും എലൈറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, പിന്നെ DRG ഉണ്ട്, ഇത് കൂടാതെ അവിടുത്തെ ഛത്തീസ്ഗഡിന്റെ പോലീസ് ഉണ്ട്. നാലാമതായിട്ട് ഈ CRPFന്റെ തന്നെ എലൈറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള കോബ്ര യൂണിറ്റും വരുന്നുണ്ട്. സോ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 10 ടീം ഫോം ചെയ്യുകയാണ്. ഈ 10 ടീമില് 6 ടീം ആക്ച്വലി 6 ക്യാമ്പിൽ തന്നെ ഉള്ളവരാണ്. സോ ഈ 6 ടീമിനെയും ഒരു ഭാഗത്തോട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഒരു ഫീൽഡ് ക്ലിയർ ചെയ്യാനായിട്ട് അവരെ അങ്ങോട്ടേക്ക് വിടുന്നു. അതായത് അവിടെ കംപ്ലീറ്റ് ഒരു സെർച്ചിങ് നടത്താനായിട്ട്. അതുകൂടാതെ മറ്റൊരു ടീമിനെ ഈ ഒരു ബിജാപൂർ തന്നെ സൗത്ത് സൈഡിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സൗത്ത് സൈഡ് തെരയും എന്നറിയപ്പെടുന്ന ഒരു പ്ലേസിലോട്ടാണ് ഇവർ പോകുന്നത്. സോ അവിടെ നിന്ന് ഈ സൗത്ത് സൈഡിലോട്ട് ഒരു 12 to 13 കിലോമീറ്റർ ഇവർ കംപ്ലീറ്റ് ആയിട്ടും അവിടെ അങ്ങനെ തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഈ തെരച്ചിലിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതൊരു സീക്രട്ട് ആയിട്ട് ടാസ്ക് ആയിട്ടായിരുന്നു കീപ്പ് ചെയ്തത്. കാരണം ആ ഒരു സമയത്ത്, ആ ഒരു പർട്ടിക്കുലർ ഡേ ഏപ്രിൽ 2-ാം തീയതി രാത്രി 10 മണിക്കാണ് ഈ ഒരു സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്നേ ദിവസം അവിടെ ഹിഡ്മ എന്നറിയപ്പെടുന്ന ഈ ഒരു മാവോയിസ്റ്റ് ഗ്രൂപ്പിന്റെ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഏരിയയുടെ ഒരു തലവനായിട്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തി അവിടെ ഉണ്ടെന്നാണ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ആ ഇൻഫർമേഷനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും സെർച്ചിങ് നടക്കുന്നത്. സോ ഇങ്ങനെ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് സൗത്ത് സീയിലോട്ട് പോയിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരൊരു 12-13 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതില് ഉള്ളിലോട്ട് പോയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ തന്നെ അവിടെ വില്ലേജസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ വില്ലേജ് കംപ്ലീറ്റ് ആയിട്ടും
അവിടെയുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കി പോയ രീതിയിൽ ഇവർക്ക് തോന്നി. കാരണം അവിടെ ആൾ താമസം ഒന്നുമില്ല, പക്ഷെ അവിടെ ആ സാധനങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് അരി അവിടെ കിടക്കുന്നുണ്ട്, ആ വീട്ടുകാരുടെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട്. സോ അവിടെ ആൾക്കാരുണ്ടെങ്കിലും ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ ഇവർക്കൊരു തോന്നൽ വന്നു. അപ്പോൾ തന്നെ ആ ഒരു ഗ്രൂപ്പിന് നേതൃത്വം നൽകിയ കമാൻഡേഴ്സിനൊക്കെ മനസ്സിലാവുന്നു എന്തോ തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ എല്ലാവരും ബി അലേർട്ട് എന്ന രീതിയിൽ ഒരു വാണിംഗ് അവർക്ക് നൽകുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർ പിന്നീട് മുന്നോട്ട് പോകുന്നു. സോ മുന്നോട്ട് പോകുന്നതോറും ഇവർക്ക് വീണ്ടും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുമോ എന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. സോ അങ്ങനെ ഇവർ മുന്നോട്ട് കയറി പോകുമ്പോൾ സഡൻലി ഒരു പ്ലെയിൻ ഏരിയയിൽ ഇവർ എത്തപ്പെടുന്നു. ഈ ഒരു പ്ലെയിൻ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറെ മരങ്ങളുണ്ട്, അതുപോലെ കുറെ ചെടികളുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ എന്നറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ മുഴുവനായിട്ടും ഒരു പ്ലെയിൻ ആയിട്ടുള്ള നിരപ്പാണ്. അവിടെ എത്തിയപ്പോ പെട്ടെന്ന് ചുറ്റും ആളനക്കത്തിന്റെ ഒരു ശബ്ദം അവർക്ക് തോന്നുന്നു. അങ്ങനെ ഇവര് ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ 4 വശത്തും കംപ്ലീറ്റ് ആയിട്ട് ഇവർ റൗണ്ട് ചെയ്തുകൊണ്ട് മാവോയിസ്റ്റുകൾ അങ്ങനെ ഒരു 400-ലധികം ആൾക്കാർ ഇവർക്ക് ചുറ്റുമായിട്ട് സറൗണ്ട് ചെയ്യുകയാണ്. ഈ 400 ആൾക്കാർ സറൗണ്ട് ചെയ്തപ്പോൾ തന്നെ ഇവര് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി സിറ്റുവേഷൻ വളരെയധികം മോശമാണെന്ന്. നിമിഷ നേരം കൊണ്ട് തന്നെ റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്തിട്ട് റോക്കറ്റ് ഇവരുടെ അടുത്തോട്ട് വരികയാണ്. സോ ഇവർ കംപ്ലീറ്റ് സ്പ്രെഡായി, ഈ ഗ്രൂപ്പ് സ്പ്രെഡായിട്ട് അവർ എങ്ങനെയെങ്കിലൊക്കെ ഒരു കവർ എടുക്കുകയാണ്. അങ്ങനെ കവർ എടുത്തിട്ട് ഓരോ ഭാഗത്ത് ഓരോരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർ സ്പ്രെഡായി നിൽക്കുന്നു. സോ ഇവര് അടുത്തായിട്ട് വരുന്ന ഗ്രനേഡ് അറ്റാക്ക് ആണ്, ഹാൻഡ് ഗ്രനേഡ്. ആ ഹാൻഡ് ഗ്രനേഡ് ഇവരുടെ നേരെ യൂസ് ചെയ്യുന്നു. അങ്ങനെ മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെഷീൻ ഗൺസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വെടിയുതിർക്കുന്നു. അങ്ങനെ ഇവർ കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവർ ആ സമയത്ത് പോലും തിരിച്ച് ഒരു അടി നൽകാനായിട്ട് ഇവരുടെ കൈവശമുള്ള ആയുധം യൂസ് ചെയ്തിട്ട് ഇവർ കവർ എടുത്തിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് 4 വശത്ത് നിന്ന് അറ്റാക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ വളരെയധികം മോശമായി മാറുന്നു. സോ അങ്ങനെ ഇവർ അവിടെ നിന്ന് തിരികെ പിറകോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പിറകോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ വഴി, അതായത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന വഴിയിലായിരുന്നു ഇവർ സഞ്ചരിച്ചത്. അവർ വന്ന വഴി തന്നെ തിരികെ പോയത്. സോ മാവോയിസ്റ്റുകൾക്ക് അറിയാം ഈ വഴിയിലൂടെ ആയിരിക്കും പോകുകയെന്ന്. സോ അവിടെ അവര് ഓൾറെഡി പല സജ്ജീകരണങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോലും അവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. സോ മാവോയിസ്റ്റുകൾ വെൽ പ്ലാൻ ചെയ്തിട്ട് ഇന്ത്യയുടെ 24 ഉദ്യോഗസ്ഥന്മാരെ അവിടെ വധിക്കുകയുണ്ടായി. 24 പേര് മരണപ്പെട്ടപ്പോൾ മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് 5 പേരെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മാവോയിസ്റ്റുകൾ കൺഫേം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആ സുകുമാരിൽ സംഭവിച്ചത്. സോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ഒരു ബാക്കപ്പ് ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇതിൽ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് 24 പേര് മരണപ്പെട്ടതിൽ ഒരു 15-ലധികം വരുന്ന ആൾക്കാര് അവിടെ കുറെ നേരം ബ്ലഡ് ഒക്കെ വാർന്നു പോയിട്ടാണ് മരണപ്പെട്ടത്. സോ അവരുടെ കൈവശം ഉണ്ടായിരുന്ന 14 തോക്കുകൾ, 2000-ഓളം വരുന്ന കാട്രിഡ്ജുകളൊക്കെ മാവോയിസ്റ്റുകൾ സ്വന്തമാക്കുകയും ഇത് കൂടാതെ നമ്മുടെ ഒരു CRPF കോൺസ്റ്റബിളെയും അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത കാര്യം ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ മാവോയിസ്റ്റുകളുടെ ഒരു മൗത്ത് പീസ് ആയിട്ടുള്ള ഒരു ആള് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ സംസാരിക്കുക മാത്രമല്ല ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൈപ്പടിയിൽ എഴുതിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ സൈഡിൽ കാണാൻ പറ്റും. ജമ്മു കാശ്മീരിൽ നിന്നുള്ള രാഗേശ്വർ സിംഗ് മൻഹാസ് എന്നറിയപ്പെടുന്ന കോൺസ്റ്റബിളെയാണ് മാവോയിസ്റ്റുകൾ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. സോ അദ്ദേഹത്തെ വിട്ടു നൽകാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മീഡിയേറ്ററിനെ വെച്ചുകൊണ്ട് ടോക്ക് നടത്തണമെന്നും ആ മീഡിയേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് അറിയിക്കണമെന്നുമൊക്കെയാണ് മാവോയിസ്റ്റുകൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ നടന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റുകൾ ആ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ സർക്കാർ നടത്തുന്ന ക്രൂരതകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റുമെങ്കിലും ഇവർ നടത്തുന്ന ക്രൂരതകളും നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ഞാനിപ്പോൾ കുറച്ച് ഡാറ്റാസ് കാണിച്ചുതരാം. ഈ ഡാറ്റ കാണുമ്പോൾ ചിലർക്കൊക്കെ ഇത് ഗവൺമെന്റ് ഡാറ്റയിൽ തോന്നിയേക്കാം, പക്ഷേ ഈ ഡാറ്റയിൽ കാണിക്കുന്നതിനേക്കാളും കൂടുതലാണ് അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്നാണ് പല NGOസും കൺഫേം ചെയ്യുന്നത്. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് 1998 മുതൽ 2019 വരെയുള്ള ഒരു ഡാറ്റയാണ്. ഇതിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, അതായത് സുരക്ഷാ ജീവനക്കാര് ഓൾമോസ്റ്റ് 2779 പേര് ഈ ഒരു കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ആനുവൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം 132 പേരാണ് കൊല്ലപ്പെടുന്നത്. അതേസമയത്ത് സാധാരണ ജനങ്ങളെ നോക്കുകയാണെങ്കിൽ 8126 പേരെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ആവറേജ് ആയിട്ട് ഒരു വർഷം 387 പേരെ കൊല്ലപ്പെടുന്നുണ്ട്. ഇതേ ഒരു ഡാറ്റ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ ഒരു സെയിം പീരീഡിലെ ഡാറ്റ കമ്പയർ ചെയ്ത് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീരിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ട് ഇന്ത്യയുടെ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള 6413 പേരെയാണ് ആ കാലയളവിൽ വധിച്ചിട്ടുള്ളത്. സോ അന്ന് അവർ അത്രയും പേര് വീരമൃത്യു വരിക്കുകയും ആവറേജ് ആയിട്ട് ഒരു വർഷം 200 പേരാണ് ഇന്ത്യയിലെ ഈ ഒരു സുരക്ഷാ ജീവനക്കാര് കാശ്മീരിൽ മാത്രം വീരമൃത്യു വരിച്ചിട്ടുള്ളത്. അവിടെ സിവിലിയൻസ് നോക്കുകയാണെങ്കിൽ 14883 പേര് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അതേസമയത്ത് ആനുവലി 465 പേരാണ് മരണപ്പെടുന്നത്.
സോ ഇതേ ഡാറ്റ നമ്മൾ 2008 ടു 2019 ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം എടുത്തു നോക്കാം. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതായത് ആ കാലയളവില് ഓൾമോസ്റ്റ് 1609 സുരക്ഷാ ജീവനക്കാര് മാവോയിസ്റ്റുകളുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം കണക്ക് പറയുന്നത് 134 പേരാണ്. അതേസമയത്ത് സാധാരണ ജനങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം, 3970 ആൾക്കാര് ഈ ഒരു കാലയളവില് മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വർഷം 330. ഇതേ സമയം കാശ്മീർ എടുത്ത് നോക്കുകയാണെങ്കിൽ സുരക്ഷാ ജീവനക്കാരെ 721 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം 60 ആൾക്കാര്. സാധാരണ ജനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ 418 ആൾക്കാർ മാത്രമേ ഈ ഒരു കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഒരു വർഷം 35 ആൾക്കാർ. സോ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. സാധാരണ ജനങ്ങള് 35 ആൾക്കാർ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു വർഷം കൊല്ലപ്പെടുമ്പോൾ മാവോയിസ്റ്റുകൾ മൂലം ഇന്ത്യയിലെ ഒരു 12 വരുന്ന സ്റ്റേറ്റിൽ മാത്രമായിട്ട് 330 ആൾക്കാരാണ് ഒരു വർഷം കൊല്ലപ്പെടുന്നത്. സോ ഇത്രയും ഒരു ത്രെട്ടായിട്ട് ഈ ഒരു മാവോയിസം ഇന്ത്യയിൽ മാറുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ മാവോയിസ്റ്റ് എന്നറിയപ്പെടുന്ന ആശയം പിന്തുടരുന്ന പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ആദിവാസികളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലും ഒരു എഡ്യൂക്കേഷൻ ലഭിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അതിനെ മുടക്കാൻ ശ്രമിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ മാവോയിസ്റ്റുകൾ ഛത്തീസ്ഗഡിലും ബീഹാറിലൊക്കെ സ്കൂളുകൾ തകർക്കുന്നതും അവിടുത്തെ ആദിവാസി കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോൾ അവരെ സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നതൊക്കെ. ഇവൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇന്തോ ടിബറ്റ് ബോർഡർ പോലീസ് ഈ ഒരു ഛത്തീസ്ഗഡില് അവിടെയുള്ള മാവോയിസ്റ്റുകൾ കൂടുതലായിട്ടുള്ള ഏരിയയെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഇന്റർനെറ്റ് ലേണിംഗ് നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതിനെ തടയാനായിട്ടും മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ പലതരത്തില് മാവോയിസ്റ്റുകൾ ഒരു ത്രെട്ടായിട്ട് മാറുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മേ ബി അവര് സാധാരണ ജനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ പ്രവർത്തിക്കുന്നവര് ഒരു 100-ല് 1-ആളോ 2-ആളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള 98 അല്ലെങ്കിൽ 99 ആൾക്കാരും ചൈന പോലത്തെ രാജ്യങ്ങളുടെ ഫണ്ട് വാങ്ങിച്ചിട്ട് ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നൊരു ഇൻസിഡന്റ്, ഇത് ആക്ച്വലി മാവോയിസ്റ്റുകളുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് വിശേഷിപ്പിക്കുന്ന സിൽഗാർ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ. അവിടെ ഇന്ത്യയുടെ ഈ ഒരു CRPF ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബറ്റാലിയൻ അവിടെ കേന്ദ്രീകരിക്കാനായിട്ട് അവിടെ ഒരു പുതിയൊരു ബേസ് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ പേരിലാണ് ഇത് തിരിച്ചടി നടന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സോ ഇത്രയും കാര്യം കേട്ടപ്പോൾ ചിലർക്കൊക്കെ തോന്നിയേക്കാം എന്തുകൊണ്ട് ഇന്ത്യൻ ആർമിയെ അവിടെ യൂസ് ചെയ്തുകൂടാ എന്ന്. സോ ഇന്ത്യൻ ആർമി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ആർമി എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ തോതിൽ ഒരു വെപ്പൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ആർമി അവിടെ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾക്കും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേസമയത്ത് ഈ CRPF ആണെങ്കിൽ അവര് സാധാരണ ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഈ മാവോയിസ്റ്റുകളെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കും. കാരണം മാവോയിസ്റ്റുകള് സാധാരണ ജനങ്ങളുടെ കൂടെ തന്നെ ഒരു സാധാരണക്കാരായിട്ട് കഴിയുന്നവരാണ്. സോ അവർ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സോ ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയെ ഇതുവരെ ഈ ഒരു ഫീൽഡ് ഓപ്പറേഷൻ ഇറക്കാത്തത്. അങ്ങനെ ഇന്ത്യൻ ആർമി ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ സിവിലിയൻസിന് കാഷ്വാലിറ്റി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആർമിക്ക് തന്നെ ഒരു കാഷ്വാലിറ്റി എണ്ണം കൂടാൻ ചാൻസ് ഉണ്ടായേക്കാം. സോ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് CRPF-നെ അവിടെ കൃത്യമായിട്ട് ഇടപെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഈ ഒരു ഇൻസിഡന്റും ഈ പുൽവാമയിലെ ഇൻസിഡന്റും എനിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ ഈ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ ചെറിയ തോതിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു സുക്മയിൽ ഉണ്ടായിരുന്ന ഇൻസിഡന്റ് മാവോയിസ്റ്റുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. അതായത് ഈ ഒരു അവരുടെ ചാറ്റ് അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷൻ ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് വാച്ച് ചെയ്യുന്ന കാര്യം മാവോയിസ്റ്റുകൾക്ക് അറിയാം. ഇവൻ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാനായിട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റേഴ്സ് ഒക്കെ ഈ പോലീസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മാവോയിസ്റ്റുകൾ മനഃപൂർവ്വം ഹിഡ്മ എന്നറിയപ്പെടുന്ന നേതാവ് അവിടെ ഉണ്ടെന്നും ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ അവർ പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ നൽകുകയും ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാനിൽ ഒരു ട്രാപ്പില് ഈ ഒരു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവെത്തിക്കുകയും ചെയ്തത്. സോ കൃത്യമായിട്ട് ഇന്ത്യ കൂടുതലായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. പുൽവാമയിൽ പോലും അത്രയും ഒരു വെയിറ്റുള്ള RDX എങ്ങനെ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വലിയൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. അതേപോലത്തെ ഒരു ചോദ്യം ഇവിടെയും ഉയർന്നു വരുന്നുണ്ട്. സോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിക്കുക മാത്രമല്ല, അത് ലഭിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജവാന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊല്ലപ്പെടുമ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായി മാറുന്നത്. സോ മാവോയിസ്റ്റുകളുടെ കസ്റ്റഡിയിലുള്ള ആ ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തെയും വിട്ടു നൽകാനായിട്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാവുന്നുണ്ട്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാവോയിസ്റ്റുകളാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് വരുന്ന ടെററിസ്റ്റുകളാണോ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റിയും താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ഇനി വീഡിയോ എന്തായാലും ഡെയിലി ഉണ്ടായിരിക്കുന്നതാണ്. ഒരു വലിയൊരു കോൺഫിഡൻസ് കിട്ടിയ പോലെയാണ്. കുറെ ആൾക്കാർ വിളിച്ച് സംസാരിച്ചു. ഒരിക്കലും വിചാരിക്കാത്ത പല ആൾക്കാരും, പല പ്രശസ്തരായ ആൾക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്കൊക്കെ വലിയൊരു നന്ദി പറയുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി. സോ ഇനിയും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.